ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ രാധികയുടെ പാട്ടിനെ കുറിച്ച് അറിയാവുന്നത് കൊണ്ട് തന്നെ ആ മ്യൂസിക് സ്റ്റുഡിയോയിലെ ഓണർ രാധികയോട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് അവിടെ കോറസ് പാടുവാനായി രാധിക മോൾ കൂടി ഒന്ന് കയറി നിൽക്കുമോ എന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ കോറസുകാരോടൊപ്പം രാധിക പാട്ട് പാടുമ്പോൾ അതിനുശേഷം കോറസ് ഗംഭീരമായിട്ടുണ്ടെന്ന് മ്യൂസിക് ഡയറക്ടർ അഭിപ്രായം പറഞ്ഞു. അപ്പോഴാണ് പാട്ട് പാടുവാനായി പിന്നണി ഗായികയായ റാണി അവിടേക്ക് എത്തിയത്. റാണിയുടെ ചെന്ന മ്യൂസിക് ഡയറക്ടറോട് ഉടനെ തന്നെ ഈ റെക്കോർഡിംഗ് നടക്കണമെന്നും അതിനുശേഷം മേഡത്തിന് അത്യാവശ്യമായി ചെന്നൈക്ക് പോകേണ്ടതാണ് എന്നുള്ള വിവരം അറിയിക്കണം. ഉടൻ തന്നെ ഇത് തീർത്തേക്കാമെന്നും പെട്ടെന്ന് തന്നെ പാട്ട് കമ്പോസ് ചെയ്യാമെന്നും അദ്ദേഹം സമ്മതിച്ചു. വേഗം തന്നെ റാണിയുടെ അരികിലെത്തി വിവരങ്ങൾ പറയുമ്പോൾ റാണിയോട് സംസാരിക്കുവാനായി മ്യൂസിക് ഡയറക്ടറുടെ അസിസ്റ്റന്റ് റാണിയുടെ അരികിലെത്തി ആ പാട്ടിൻ്റെ രീതിയെക്കുറിച്ചും അതെങ്ങനെ പാടണം എന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള ഒരു നിർദ്ദേശം നൽകുന്നു. റാണി അതെല്ലാം കേട്ടിട്ട് തന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്നും തനിക്ക് അറിയാമെന്നും എന്ന് പറയുമ്പോൾ ഇതിന് നല്ലൊരു ഫീല് വേണം മാഡം എന്നതായിരുന്നു അയാളുടെ ആവശ്യം. എന്നാൽ അത് കേട്ടതും ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞൊന്നും കേട്ട് അതിന് വലിയ വില നൽകാതെ, അദ്ദേഹം പറയുന്നൊന്നും കേൾക്കാൻ കൂടി ശ്രദ്ധിക്കാതെ തനിക്കിതൊക്കെ അറിയാമെന്നും താൻ ഫീലൊക്കെ കൊടുത്തോളാമെന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരത്തോടു കൂടി ആ പിന്നണി ഗായിക സംസാരിക്കണം. അങ്ങനെ റാണി എന്ന പിന്നണി ഗായികയുടെ പെരുമാറ്റ രീതി കണ്ട് മ്യൂസിക് ഡയറക്ടർക്കും ആകെ ദേഷ്യമായി. ഉടൻ തന്നെ അസിസ്റ്റന്റ് എന്ന മ്യൂസിക് ഡയറക്ടറോട് ഇങ്ങനൊരു അഹങ്കാരിയായ പെൺകുട്ടിയെ വേറെ താൻ കണ്ടിട്ടില്ല എന്നും എന്തൊരു അഹങ്കാരമാണ് ഉൾക്ക് എന്നൊക്കെ, ഒരു മര്യാദയില്ലേ എന്നൊക്കെ ചോദിച്ച് ആ സങ്കടം തൻ്റെ ഡയറക്ടറുടെ അരികിലെത്തിയ സങ്കടത്തോടെ അയാൾ പറയുമ്പോൾ അത് കേട്ട ഡയറക്ടർ പറഞ്ഞു, സാരയില്ല, ഇനി ഞാൻ സംസാരിച്ചോളാം, ഞാൻ പറഞ്ഞു ഓക്കെ ആക്കാമെന്ന് പറഞ്ഞ് മ്യൂസിക് ഡയറക്ടർ ചെന്ന് ആ പെൺകുട്ടിയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും പെൺകുട്ടിക്ക് ഒരു ഫോൺ കോൾ വരികയും പെൺകുട്ടി മ്യൂസിക് ഡയറക്ടർ അരികിലേക്ക് വരുന്ന സമയത്ത് തന്നെ കോൾ അറ്റൻഡ് ചെയ്യുകയാണ്. അദ്ദേഹം തൻ്റെ അടുത്തേക്ക് വരുന്നു എന്ന് പോലും യാതൊരു ബഹുമാനമോ ഒന്നും നൽകാതെ അഹങ്കാരത്തോടെ കാലുമേ കാലും കയറ്റി വെച്ച് തൻ്റെ ഫോണിൽ വരുന്ന കോളുകളൊക്കെ അറ്റൻഡ് ചെയ്ത് അഹങ്കാരത്തോടു കൂടി സംസാരിക്കുന്നു. താനിപ്പോൾ റെക്കോർഡിങ്ങിലാണെന്നും മ്യൂസിക് ഡയറക്ടറുടെ പേരൊന്നും തനിക്ക് അറിയത്തില്ല എന്നും ഏതോ ഒരു പുള്ളിയാണെന്നൊക്കെ പറഞ്ഞ് ഒട്ടും ബഹുമാനം നൽകാതെ ഒരു മര്യാദയില്ലാത്ത പെരുമാറ്റ രീതിയും സംസാരവുമായിരുന്നു ആ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതെല്ലാം കണ്ട് അപ്പുറത്ത് മാറി നിൽക്കുന്ന രാധികയ്ക്കും മറ്റുള്ളവർക്കും അതൊട്ടും ഇഷ്ടപ്പെട്ടതുമില്ല. ഇങ്ങനെ അതെല്ലാം കണ്ട് ആകെ വിഷമിച്ച് രാധികയും മറ്റുള്ളവരും നോക്കി നിൽക്കുമ്പോൾ മ്യൂസിക് ഡയറക്ടർ തന്നാലാകുന്ന വിധത്തിൽ എത്രത്തോളം താഴ്മയായി പെരുമാറോ അത്രയും വിനയത്തോടു കൂടി തന്നെ അദ്ദേഹം സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നു. എന്നാൽ ഇതൊന്നും മ്യൂസിക് ഡയറക്ടറുടെ പെരുമാറ്റ രീതികളൊന്നും കണ്ണിൽ പെടാത്തതുപോലെയായിരുന്നു ആ സമയത്തുള്ള അവിടെ നിന്ന റാണി എന്ന പിന്നണി ഗായികയുടെ പെരുമാറ്റങ്ങൾ. ഇതെല്ലാം കണ്ട് ആകെ സങ്കടത്തോടെ മ്യൂസിക് ഡയറക്ടർ തൻ്റെ നേരെ ഈ രീതിയിലൊക്കെ പെരുമാറുന്ന പെൺകുട്ടിയോട് എന്ത് പറയുമെന്നറിയാതെ ആകെ വിഷമത്തോടെ മ്യൂസിക് ഡയറക്ടർ അങ്ങനെ നോക്കി വെക്കുമ്പോഴേക്കും അരികിലേക്ക് എത്തിയ മ്യൂസിക് ഡയറക്ടറുടെ സംസാരം കേൾക്കാനായി ഫോൺ കോൾ മാറ്റിവെച്ചിട്ട് റാണി സംസാരിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം ഈ പാടിന് വളരെ ഫീല് വേണമെന്നും നമുക്ക് ഒന്ന് പാടി നോക്കിയാലോ, റിഹേഴ്സലൊന്നും നടത്തിയാലോ എന്ന് പറഞ്ഞതും ഞാൻ റിഹേഴ്സലൊന്നും നടത്താതെ നേരെ ട്രാക്ക് ചെയ്യാറാണ് പതിവ് എന്നതായിരുന്നു ഉടനെ ആ പെൺകുട്ടിയുടെ വാദം. അത് കേട്ടതും മ്യൂസിക് ഡയറക്ടർ എന്ന് നമുക്ക് പല്ലവി നോക്കാമെന്ന് അറിയിച്ചു. അങ്ങനെ പല്ലവി ഒന്ന് പാടിയതും ആദ്യം പാടുമ്പോൾ അതത്ര ഫീൽ കിട്ടുന്നില്ല എന്ന് അദ്ദേഹം അറിയിച്ചു. ഞാൻ ഫീലോടുകൂടി പാടാമെന്നും ഞാൻ ഒന്നുകൂടി നോക്കാമെന്ന് പറയുമ്പോൾ വീണ്ടും ഫോൺ എടുത്ത് അടുത്ത തൻ്റെ സുഹൃത്തിനെ വിളിച്ച് കുശലാന്വേഷണം നടത്തുന്നു. അങ്ങനെ പാട്ട് പാടാൻ ശ്രമിക്കുന്നതിനിടയിൽ 3-4 ഫോൺ കോളുകളിലേക്ക് വഴിമാറി പോവുകയാണ് റാണി എന്ന പിന്നണി ഗായിക. ഒടുവിൽ ഇതെല്ലാം കണ്ട് സഹിക്കാനാകാതെ നിൽക്കുന്ന അദ്ദേഹം റാണിയോട് മാഡം ഈ പാട്ടൊന്ന് ശ്രദ്ധിക്കൂ എന്നാവശ്യപ്പെടുമ്പോൾ അടുത്തിരുന്ന റാണി തൻ്റെ ആയോട് പറഞ്ഞു, അതെ, നമുക്ക് പോകാനുള്ള ടിക്കറ്റ് റെഡിയായെന്നും പോകാനുള്ള പോകുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിക്കോ, ഇന്നിവിടെ ഈ റിഹേഴ്സൽ ഇവിടുത്തെ ഈ പാട്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, റെക്കോർഡിംഗ് നടക്കുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ അഹങ്കാരത്തോടുകൂടി ആ പെൺകുട്ടി പറഞ്ഞു. ഉടനെ മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു, മാഡം നമുക്ക് ഒന്നുകൂടി പല്ലവി ഒന്ന് നോക്കിയാലോ എന്ന് ചോദിച്ചതും ഉടനെ റാണി പറഞ്ഞു, അതെ, നിങ്ങളുടെ ഈ പാട്ടത്ര പോരാ, ഒരു പോസിറ്റീവ് കിട്ടുന്നില്ല, ഒരു പോസിറ്റീവ് വൈബില്ല ഈ പാട്ടിന് എന്ന് പറഞ്ഞു. അത് കേട്ടതോടെ അദ്ദേഹം ചോദിച്ചു, മേഡം എന്താ പ്രശ്നം, മ്യൂസിക്കിനാണോ അതോ ഇതിൻ്റെ ലിറിക്സിനാണോ പ്രശ്നം, മേഡം അത് പറയൂ എന്ന് പറഞ്ഞതും ഉടനെ റാണി പറഞ്ഞു, അതെ, എന്തായാലും ഇന്നിനിപ്പോൾ പാട്ട് പാടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്കെൻ്റെ യാത്ര ഒഴിവാക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ എന്തായാലും ഇപ്പോൾ തന്നെ ഇറങ്ങുക, എന്തായാലും ഇനി ഒരാഴ്ച കഴിയട്ടെ, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് റാണി അഹങ്കാരത്തോടെ സംസാരിച്ചു. അത് കേട്ടതും മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു, അയ്യോ മാഡം, മേഡത്തെ കാത്തിരുന്ന ഇപ്പോൾ ഒരാഴ്ചയാണ് വൈകിയത്, ഞാനിത് പ്രൊഡ്യൂസർക്ക് നാളെ നൽകാമെന്ന് പറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് എന്തായാലും ഇന്ന് റെക്കോർഡിംഗ് നടന്നേ പറ്റൂ മാഡം എന്ന് പറഞ്ഞ് അദ്ദേഹം റാണിയോട് നിർബന്ധപൂർവ്വം അറിയിച്ചു. ഉടനെ റാണി പറഞ്ഞു, ഇത് എനിക്ക് പറ്റുന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, എന്തായാലും ഞാൻ പാടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ, ഈ പാട്ടിന് എന്തായാലും നിങ്ങൾ പറയുന്ന അത്ര ഫീലൊന്നും നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് റാണി ബഹളം ഉണ്ടാക്കി.
അത് കേട്ടതോടെ മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു, നിങ്ങൾക്കിത് എങ്ങനെ സംസാരിക്കാൻ കഴിയുന്നു? മേഡം ഇവിടെ വന്നിട്ട് എത്ര നേരമായി? ഈ വന്ന സമയത്തിനിടയിൽ എത്ര ഫോൺ കോളാണ് അറ്റൻഡ് ചെയ്തത്? പല്ലവി പാടാനുള്ള ശ്രമമോ ഈ പാട്ട് പാടുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമോ മേഡത്തിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ശബ്ദമുയർത്തിയതും ഉടനെ റാണി ദേഷ്യത്തോടെ അവിടെ നിന്നിട്ടു. അത് ശരി, എന്റെ നേരെ ശബ്ദമുയർത്താറായോ നിങ്ങൾ? ഇന്നേ വരെ ഒരു മ്യൂസിക് ഡയറക്ടറും എന്നോട് ഇങ്ങനെ പെരുമാറിയിട്ടില്ല. എന്തായാലും നിങ്ങളുടെ ഈ പാട്ടിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ഉടനെയൊന്നും ഞാൻ ഈ പാട്ടിന് വരാൻ പോകുന്നില്ല. ഞാൻ ഏതായാലും ഈ പാട്ട് പാടുന്നുമില്ല. നിങ്ങൾ വേറെ ആരെങ്കിലും വിളിച്ച് പാടിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇത് കണ്ടത് മ്യൂസിക് ഡയറക്ടർ ആകെ ടെൻഷനിലായി. ഉടനെ തന്നെ അവിടുത്തെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലെ ഓണർ വന്ന് പറഞ്ഞു, മാഡം അങ്ങനെ പോകല്ലേ, ഇന്ന് ഇവിടുത്തെ ഈ റെക്കോർഡിംഗ് നടക്കണം എന്ന് പറഞ്ഞു. താൻ ആരാടോ എന്ന് ചോദിച്ചു. ഞാൻ ഈ റെക്കോർഡിംഗ് സ്റ്റുഡിയോയുടെ ഓണറാണ് എന്ന് അറിയിച്ചപ്പം, അതെ, ഈ കെട്ടിടത്തിന്റെ ഉടമ അല്ലെ, ഇതിൽ നിന്ന് കിട്ടുന്ന റെന്റ് കൊണ്ടാണ് താൻ ജീവിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ എന്തായാലും ഇന്ന് ഞാനിവിടെ പാടാൻ പോകുന്നില്ല. ഇന്നത്തെ ഈ റെക്കോർഡിങ് ഇവിടെ നടക്കാനും പോകുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് അവരവിടെ നിന്ന് പോകുന്നു. ഇതോടെ ആകെ ടെൻഷനിലായി മ്യൂസിക് ഡയറക്ടർ. ഇത് കണ്ടതും ഉടനെ ആ സ്റ്റുഡിയോ ഓണർ പറഞ്ഞു, സാറേ ആകെ പ്രശ്നമായല്ലോ എന്ന് പറഞ്ഞതും, എത്ര 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 ബഹുമതി കിട്ടിയെന്നോ എത്ര ഭാഷകളിൽ പാടിയെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അഹങ്കാരം തലയ്ക്ക് പിടിച്ചാൽ ഒരു കലാകാരിക്ക് വേണ്ട ഒരു വിനയമോ യാതൊരു എളിമയോ അവർക്കില്ല എന്ന് പറഞ്ഞ് മ്യൂസിക് ഡയറക്ടർ ദേഷ്യത്തോടെ അവിടെ ഇരിക്കുമ്പോഴേക്കും ഉടനെ ഇനി റെക്കോർഡിംഗ് നടന്നില്ലെങ്കിൽ അതും വലിയ പ്രശ്നമുള്ളൂ എന്ന ആശങ്ക ആ മ്യൂസിക് ഡയറക്ടറുടെ മനസ്സിനെ അരട്ടെ. ഇത് കണ്ടുകൊണ്ട് നിന്ന ആ സ്റ്റുഡിയോയുടെ ഓണർ വന്ന് പറഞ്ഞു, സാറേ ഞാൻ ഒരു കാര്യം പറയട്ടെ. അപ്പോഴേക്കും എന്താടോ താൻ പറ എന്ന് പറഞ്ഞപ്പോ, സാറേ സാറൊന്ന് കൂളാവ്, സാറിങ്ങനെ ഈ ടെൻഷനോടെ നിൽക്കുന്ന കാണുമ്പോൾ എനിക്കും വല്ലാത്ത ടെൻഷനാവുന്നു. ഒന്ന് മൈൻഡ് ഒന്ന് ഓക്കെ ആകാതെ എങ്ങനെയാ സാറേ ഞാൻ സംസാരിക്കുക എന്ന് ചോദിച്ചു. താൻ പറ എന്താടോ എന്ന് ചോദിച്ചതും, സാറേ ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ സംഗീതത്തില് പാരമ്പര്യമുള്ള അതുപോലെ തന്നെ നമ്മുടെ പ്രശസ്ത പിന്നണി ഗായികയായ ശ്യാമ മേഡത്തിന്റെ മകൾ നമുക്കൊപ്പം ഉണ്ട്. ആ പെൺകുട്ടിയെ കൊണ്ട് ഒന്ന് പാടിപ്പിച്ചു നോക്കിയാലോ? അപ്പോഴേക്കും ഉടനെ മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു, എടോ അമ്മ വലിയ പാട്ടുകാരിയാണെന്ന് പറഞ്ഞിട്ട് മകൾ എങ്ങനെ പാടണമെന്നുണ്ടോടോ എന്ന് ചോദിച്ചതും ഇത് കേട്ട് തന്നെ ഉടനെ തന്നെ മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു, എന്തായാലും നമുക്കൊന്ന് നോക്കാം, താൻ പറഞ്ഞതുപോലെ ഒന്ന് ശ്രമിച്ചില്ല എന്ന് വേണ്ട. അങ്ങനെ രാധികയോട് പാട്ട് പാടുന്നതിന് രാധികയ്ക്ക് വേണ്ടിയുള്ള അവസരം അവിടെ ഒരുങ്ങി. ഉടനെ ആ സ്റ്റുഡിയോയുടെ ഓണർ വിളിച്ചു, രാധിക മോളെ ഒന്നിങ്ങി വന്നേ എന്ന് പറഞ്ഞു രാധിക അരികിലേക്ക് വിളിപ്പിച്ചു. സർ ഇതാണ് പെൺകുട്ടി എന്ന് പറഞ്ഞതും, കുട്ടിയുടെ അമ്മയൊക്കെ ഞങ്ങൾ ഒത്തിരി ആരാധിക്കുന്ന ആളാണ്. എന്തായാലും അമ്മയുടെ ആ ഒരു കഴിവ് കുട്ടിക്കുണ്ടെന്ന് ഞാനിതുവരെ കുട്ടിയുടെ പാട്ടോ ഒന്നും കേട്ടിട്ടില്ല. എന്തായാലും ഒരു റിഹേഴ്സൽ നോക്കാം എന്ന് പറഞ്ഞ് ശ്യാമയുടെ മകളെ കൊണ്ട് ആ പാട്ടൊന്ന് പാടിപ്പിച്ച് നോക്കാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ പാട്ടിന്റെ വരികൾ ഏതാണെന്ന് അറിയാനായി ആ പേപ്പർ എടുത്ത് ആ പാട്ട് ശാലിനി അടുത്ത് നിൽക്കുന്ന രാധികയുടെ കയ്യിലേക്ക് നൽകുന്നു. രാധിക അത് വായിച്ചു നോക്കിയിട്ട് ഒന്ന് പാടി നോക്കൂ എന്ന് പറഞ്ഞതും രാധിക വളരെ ഭംഗിയായി തന്നെ ആ പാട്ട് ആലപിച്ചു. അത് കേട്ടതും മ്യൂസിക് ഡയറക്ടർക്ക് വലിയ സന്തോഷമായി. കൊള്ളാം, ഈ കുട്ടി തന്നെ ഗംഭീരമാകും, കുട്ടി തന്നെ പാടിക്കോളൂ, സ്റ്റുഡിയോയിലേക്ക് കയറിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ രാധിക ആ പാട്ട് മുഴുവൻ പാടി അവസാനിപ്പിച്ചതും എല്ലാവരും എണീറ്റ് നിന്ന് കൈയടിച്ചു. ഒടുവിൽ മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു, സത്യത്തിൽ ആദ്യം ഞാൻ കുട്ടിയെക്കുറിച്ച് പറഞ്ഞ ആ വാക്കുകൾ അത് വളരെ തെറ്റായി പോയെന്ന് എനിക്ക് തോന്നി. എനിക്ക് ഇപ്പോൾ ഉറപ്പായി ഞാൻ പറഞ്ഞത് അത് വളരെ മോശമായ വാക്കുകളായി പോയിരുന്നുവെന്ന്. എന്തായാലും കുട്ടി എന്നോട് ക്ഷമിക്കണം. അമ്മയുടെ അതേ കഴിവ്, അതേ സ്വരം, സത്യത്തിൽ അമ്മയെ പോലെയെന്നല്ല, അമ്മയ്ക്ക് മേലെയാണ് കുട്ടിയുടെ സ്ഥാനം എന്ന് അദ്ദേഹം രാധികയെ കുറിച്ച് അഭിപ്രായം പറഞ്ഞു. എല്ലാവരും വളരെ ഗംഭീരമായിട്ടുണ്ടെന്നും സാറിനി എന്ത് പറഞ്ഞാലും അതിനേക്കാളും സംഗീതത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ ഞങ്ങൾക്ക് അത്രയ്ക്ക് വലിയ കഴിവില്ലെങ്കിൽ പോലും കുട്ടിയുടെ പാട്ട് ഗംഭീരമായി എന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും, ഓർക്കസ്ട്രയിൽ ഉണ്ടായിരുന്നവരും മറ്റെല്ലാവരും രാധികയെ അഭിനന്ദിക്കുന്നു. അതിനുശേഷം രാധിക പോകാനായി റെഡിയായി നിൽക്കുമ്പോൾ രാധികയ്ക്കുള്ള തുക നൽകുന്നതിന്റെ കാര്യമായിരുന്നു സ്റ്റുഡിയോ ഓണറും മ്യൂസിക് ഡയറക്ടറും തമ്മിൽ സംസാരിച്ചത്. സാറേ ഇത് ചെക്ക് ലീഫാണ്, എത്രയാ കൊടുക്കണമെന്ന് അറിയില്ലല്ലോ, അതെ ആരാണ് പാടിയത് അയാളുടെ പേരിൽ തന്നെ വേണം ചെക്ക് കൊടുക്കാറെന്ന നിർബന്ധമുണ്ട്. അതുകൊണ്ട് സാർ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. എടോ താൻ സാധാരണ നമ്മൾ പാട്ട് പാടാൻ വരുന്ന ആർക്ക് കൊടുക്കുന്ന ആ ഇത് തന്നെ വേണം ഇവിടെയും കൊടുക്കാൻ, അതിൽ യാതൊരു മാറ്റവും ഇല്ല, താൻ ആ റെമ്യൂണറേഷൻ തന്നെ അതിൽ എഴുതിക്കോ എന്ന് പറഞ്ഞു. അത് കേട്ടതോടെ അദ്ദേഹം പറഞ്ഞു, അല്ല സാറേ ഇതിപ്പോ വലിയ പാട്ടുകാരും അല്ലാത്തവരും തമ്മിലുള്ള ഒരു മാറ്റം ഉണ്ടല്ലോ, അതാ ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞതും, എടോ ഇവിടെ പാട്ട് പാടാൻ വരുന്നവർക്ക് ഞാൻ എൻ്റെ പാട്ട് പാടുന്നവർക്ക് കൊടുക്കുന്ന ഒരു തുകയുണ്ട്, താൻ അത് തന്നെ എഴുതിയാൽ മതി, ഇതൊരു പാക്കേജ് ആടോ, അത് തനിക്കറിയാമല്ലോ, അതുകൊണ്ട് ഇതിൽ മാറ്റമൊന്നുമില്ല, താൻ ആ തുക തന്നെ എഴുതിക്കോ എന്ന് പറഞ്ഞപ്പോൾ
അടുത്തുനിന്ന് രാധിക പറഞ്ഞു, അയ്യോ സാറേ അത്രയൊന്നും വേണ്ട. സാർ സത്യത്തിൽ ഞാനിവിടെ വന്നത് പാട്ട് പാടാനോ പാട്ട് പാടണം എന്നുള്ള ആഗ്രഹത്തോടെയൊന്നുമല്ല. ഞാൻ ഇവിടെ ഭക്ഷണം നൽകാനായിട്ട് വന്നതാണ്. ആറ്റുവാശ്ശേരി സദ്യ അതാ ഞാനിപ്പോ ഭക്ഷണം ഉണ്ടാക്കുന്നതാണ്. ആ സദ്യ ഉണ്ടാക്കലാണ് ഇപ്പൊ എൻ്റെ ജോലി. അതുകൊണ്ട് ആറ്റുവാശ്ശേരി സദ്യ എനിക്ക് പലപ്പോഴും ഇവിടുന്ന് ഈ ചേട്ടൻ ഓർഡർ തരാറുണ്ട്. അങ്ങനെ തരാൻ വന്നപ്പോൾ ഇവിടെ കോറസ് പാടാൻ ആളില്ല എന്ന് പറഞ്ഞ് എന്നെ അതിന് പിടിച്ചു നിർത്തിയതാണ് എന്ന് പറഞ്ഞു. അത് കേട്ടതോടെ സ്റ്റുഡിയോ ഓണർ പറഞ്ഞു, അത് പിന്നെ സാറേ അപ്പോഴേക്ക് പെട്ടെന്ന് ഒരു കുട്ടിക്ക് വേണ്ടി പകരം നിൽക്കാനായി ഞാൻ രാധികയോട് ആവശ്യപ്പെട്ടതാണ് എന്ന് പറഞ്ഞതും, എന്തായാലും കൊള്ളാം. ഇനി ഇക്കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല. നമ്മൾ ഗായികയ്ക്ക് കൊടുക്കാൻ എത്രയാണോ ഉദ്ദേശിച്ചിരുന്നത് ആ തുക തന്നെ താൻ അതിൽ എഴുതിക്കോ, ഒരു വ്യത്യാസവും വേണ്ട എന്ന് മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു. അപ്പോഴേക്കും ശരി സാറേ എന്ന് പറഞ്ഞ് രാധികയുടെ പേര് ചോദിച്ചു. രാധിക എന്ന് തന്നെയല്ലേ പേര് എന്ന് ചോദിച്ച് അയാൾ എഴുതാൻ തുടങ്ങിയപ്പോഴേക്കും രാധിക വരുൺ എന്ന് രാധിക പറഞ്ഞു കൊടുത്തു. അത് കേട്ട് അത് എഴുതാൻ തുടങ്ങിയ സമയത്ത് പെട്ടെന്ന് അവിടെ നിന്ന് പ്രിയങ്കയും സുകുമാരി അമ്മയും വിളിച്ചു പറഞ്ഞു, പേരെഴുതാൻ വരട്ടെ. അത് കേട്ടതും ഞെട്ടലോടെ അവർ ഇരുവരും പിന്തിരിഞ്ഞു നോക്കി. മുന്നിൽ നിൽക്കുന്ന സുകുമാരി അമ്മയും പ്രിയങ്കയും കണ്ട് അതിശയത്തോടെ പുഞ്ചിരിച്ചു നിൽക്കുകയാണ് രാധിക. ഉടനെ മുന്നിലേക്ക് വന്ന് സുകുമാരി അമ്മ പറഞ്ഞു, ഇവളുടെ പേരിൽ എന്തിനാണ് ചെക്ക് കൊടുക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യത്തോടെ സുകുമാരി അരികിലേക്ക് വരുമ്പോൾ അടുത്ത മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു, മേഡം ഈ സിനിമയിലേക്കുള്ള പാട്ട് പാടിയിരിക്കുന്നത് ഈ കുട്ടിയാണ് മേഡം, വളരെ ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട്. അത് കേട്ട് കഴിഞ്ഞതും ഉടനെ സുകുമാരി പറഞ്ഞു, അയ്യോ ഇവളൊന്നും വേണ്ട, ഞങ്ങളുടെ സിനിമയിലെ ഒരു വരി പോലും ഇവളെ കൊണ്ട് പാടിക്കാൻ പറ്റത്തില്ല. ഇവള് പാടുകയേ വേണ്ട, ഇവള് പാടിയ പാട്ടും ഞങ്ങളുടെ സിനിമയിൽ വേണ്ട. അങ്ങനെ പറഞ്ഞുകൊണ്ട് സുകുമാരിയും പ്രിയങ്കയും ബഹളം ഉണ്ടാക്കി. പ്രിയങ്ക പറഞ്ഞു, അതെ ഇവള് കാല് വെച്ച് കൈ വെക്കുന്നിടെ എല്ലാം മുടിഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഒന്ന് അന്വേഷിച്ച് നോക്ക് എന്ന് പറഞ്ഞപ്പോഴേക്കും ഉടനെ മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു, മാഡം എനിക്ക് ഈ കുട്ടിയുടെ സമ്പത്തിനെ കുറിച്ചോ ഈ കുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചോ ഈ കുട്ടിയുടെ ഹിസ്റ്ററിയോ ഒന്നും എനിക്ക് അറിയേണ്ടതില്ല. എനിക്കറിയേണ്ടത് ഈ കുട്ടിയുടെ സംഗീതത്തിലുള്ള കഴിവാണ്. അത് മാത്രമേ എനിക്കറിഞ്ഞാൽ മതി. അതിനുള്ള കഴിവ് ഈ കുട്ടിക്കുണ്ട്. അത് മാത്രമേ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ എന്ന് മ്യൂസിക് ഡയറക്ടർ പറയുന്നു. ഇത് കേട്ട് കഴിഞ്ഞതോടെ സുകുമാരിയും പ്രിയങ്കയും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു, വേണ്ട, ഇവള് പാടിയ പാട്ട് ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളുടെ സിനിമയിലെ ഇവളുടെ പാട്ട് വേണ്ട. ഇവള് പാടിയ പാട്ട് ആ സിനിമയിൽ വരുത്തുകയാണെങ്കിൽ ഈ സിനിമ പോലും വേണ്ടെന്ന് ഞങ്ങളങ്ങ് വെക്കും എന്ന് സുകുമാരി ഉറക്കെ പറഞ്ഞു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞതും മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു, മേഡം എനിക്ക് ഈ ഒരു പാട്ട് തന്നിരിക്കുന്നത്, എനിക്ക് ഈ പാട്ടിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു പാക്കേജ് ആയിട്ടാണ്. ഇതിൽ ആര് പാടണമെന്നും ആരെ കൊണ്ട് പാടിക്കണമെന്നുമുള്ള തീരുമാനം എടുക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അത് നമ്മുടെ എഗ്രിമെന്റിൽ ഉള്ളതുമാണ്. അക്കാര്യം മേഡം മറക്കണ്ട എന്ന് പറഞ്ഞതും, ഓ അത്രയ്ക്കായോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരെയെങ്കിലും വിളിച്ച് പഠിപ്പിച്ചാൽ മതിയെന്നാണോ ആ എഗ്രിമെന്റിലുള്ളത്? എഗ്രിമെന്റ് ഉണ്ട് എന്ന് വെച്ച് എന്ത് തോന്നിവാസം കാണിക്കാമെന്നാണോ എന്നെല്ലാം സുകുമാരി അമ്മ ബഹളം വയ്ക്കുന്നു. സുകുമാരി അമ്മയുടെ ആ ബഹളം കേട്ട് മറ്റൊന്നും പ്രതികരിക്കാതെ വെറും പുഞ്ചിരിയോടെ തന്നെ അവരുടെ ആ അഹങ്കാരവും അവരുടെ പ്രകടനവും ഒക്കെ കണ്ട് ആസ്വദിച്ചു നിൽക്കുകയാണ് രാധിക.